ആതിര പ്രമോദ് എന്നൊരു ഭക്ത ചോദിച്ച ചോദ്യമാണ് കേട്ടോ. ആതിരയ്ക്ക് ഈ ഇടയ്ക്കാണ് അത്ര ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ട് സാധിച്ചത്. അതായത് ദ്വാരകയിലെ വസുദേവരും ദേവകിയമ്മയും കൂടെ പൂജിച്ചിരുന്ന കൃഷ്ണ വിഗ്രഹമാണ് ഗുരുവായൂർ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അത്രയും വിശേഷപ്പെട്ട ഒരു വിഗ്രഹമായതുകൊണ്ട് തന്നെ അതിൽ ചാർത്തിയ എന്തെങ്കിലും പ്രസാദമായിട്ട് നമുക്ക് ലഭിക്കുമോ എന്നാണ് ആതിര ചോദിച്ചിരിക്കുന്നത് കേട്ടോ. വളരെ നല്ലൊരു ചോദ്യമാണ് അല്ലേ. ഗുരുവായൂരപ്പൻ്റെ സ്പർശനമേറ്റ എന്തെങ്കിലും നമുക്ക് ലഭിക്കാന്ന് പറയുന്നത് തന്നെ വലിയൊരു സന്തോഷമാണ്. ഈ ഇടയ്ക്ക് നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള രാജി ചേച്ചി ഒരു പൊന്നോടക്കുഴയിൽ ഗുരുവായൂരപ്പന് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി അത് മേൽശാന്തിയുടെ കയ്യിൽ കൊടുത്തപ്പോൾ അദ്ദേഹം അത് ഗുരുവായൂരപ്പൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിക്കാനായിട്ട് കൊടുത്തു. കുറച്ച് നേരം ചേച്ചിക്ക് കാണിച്ചു കൊടുക്കാനായിട്ടേ, വളരെ കുറച്ച് നേരം നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കുള്ളൂ കേട്ടോ. അതിനുശേഷം ആ ഓടക്കുഴൽ ചേച്ചീനെ ഏൽപ്പിച്ചിട്ട് അത് ഭണ്ഡാരത്തിൽ സമർപ്പിച്ചോളാൻ പറഞ്ഞു എന്ന്. അപ്പോൾ ചേച്ചി കുറച്ചധികം നേരം കൂടെ ആ ഓടക്കുഴൽ ഇങ്ങനെ കയ്യിൽ പിടിച്ചു അത്രേ. അതായത് ഗുരുവായൂരപ്പൻ്റെ സ്പർശനം കിട്ടിയ ആ പൊന്നോടക്കുഴലല്ലേ, അത് ചേച്ചിക്ക് പിടിക്കാൻ സാധിക്കാന്ന് പറയുന്നത് തന്നെ വലിയ സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം കൂടെ പിടിച്ചതിന് ശേഷമാണ് ചേച്ചി അത് ഭണ്ഡാരത്തിൽ സമർപ്പിച്ചതെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ ഇനി ആതിരയുടെ ചോദ്യത്തിലേക്ക് കടക്കാട്ടോ. ഭഗവാന്റെ സ്പർശനമേറ്റ ചില പ്രസാദങ്ങൾ നമുക്ക് വഴിപാടായിട്ട് ചീട്ടാക്കി കഴിഞ്ഞാൽ ലഭിക്കും കേട്ടോ. അതായത് ഭഗവാന്റെ ചന്ദനം, കളഭം, ആടിയ എണ്ണ, തിരുമുടിമാല, ഉണ്ടമാല ഇവയൊക്കെ നമുക്ക് ചീട്ടാക്കിയിട്ട് വാങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി വരുന്ന സമയത്ത് ചീട്ടാക്കിയിട്ട് വാങ്ങിക്കോളൂ കേട്ടോ.